പല ആൾക്കാരും നമ്മൾ ഇൻവേർട്ടർ അല്ലാന്നുണ്ടെങ്കിൽ സോളാറിൽ വെക്കുന്ന ആൾക്കാരാണ്. ആദ്യ ആൾക്കാർ ഇൻവേർട്ടറുകളാണ് കൂടുതൽ വാങ്ങിയിട്ട് വെക്കുക. അതായത് അത്യാവശ്യ ലൈനുകൾ നമുക്ക് കറണ്ടുകൾ ലൈറ്റുകൾ കത്താനുള്ള എവിടേക്കാണ് വേണ്ടത് അവിടത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്. അതൊക്കെ പലപ്പോഴും കറണ്ടുകൾ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവേർട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻവേർട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ലൈറ്റുകൾ നമുക്ക് വേണം, അതായത് ബെഡ്റൂമിൽ വേണോ, അല്ലെങ്കിൽ സെൻട്രൽ ഹാളിലേക്ക് വേണോ, മറ്റെവിടത്തേക്കെങ്കിലും വേണോ എന്നുള്ള പറ്റി നമുക്കൊരു ധാരണ എന്തായാലും ഉണ്ടാവണം. അതിപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ വളരെ നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് വീട്ടുകാർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതാകുമ്പോൾ നമുക്ക് അറിയാത്ത ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയും കൂടി ഒന്ന് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ലൈറ്റും കൂടി നമുക്ക് ഇൻവേർട്ടറിൽ വേണം എന്ന് പറയാൻ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന് പക്ഷേങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വേറൊരു വാസം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അത് എന്തായാലും നിങ്ങൾക്കൊരു ഉപകാരം ആകുന്ന ഒരു വീഡിയോസ് മാത്രം, അത് സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഓക്കെ, നമുക്കൊരു വീട്ടിനെ സംബന്ധിച്ച് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻവേർട്ടർ ലൈറ്റുകൾ കത്തണം എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നത് ഇൻവേർട്ടറിൻ്റെ ലൈനുകൾ നമുക്ക് ആദ്യം ചെയ്ത ഇലക്ട്രീഷ്യൻ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ലൈറ്റുകൾക്കുള്ള ലീഡുകളിലെ കറണ്ടുകൾ കൊടുത്തിട്ടുള്ളൂ, ഇൻവേർട്ടറിൽ വരുന്ന പവറുകൾ. അപ്പോൾ നമുക്ക് അതിന് നമുക്ക് കുറച്ചും കൂടി ഇവർക്ക് ലൈറ്റുകൾ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പം അതിനകത്ത് എക്സ്ട്രാ വയറുകൾ വലിച്ച് അതിന് വേണ്ടി ഒന്ന് സെറ്റപ്പായി കൊടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം വേണം നമുക്ക് ഈ സെൻട്രൽ ഹാളിൽ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ലൈറ്റുകൾ നമുക്ക് കൊടുക്കാം. 1-2 ലൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഫാന്. പിന്നെ വരുന്ന നമുക്ക് മാസ്റ്റർ കൺട്രോളിൻ്റെ ലൈനുകൾ നമുക്ക് ഇൻവേർട്ടർ ലൈനിലേക്ക് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് നമുക്ക് ബെഡ്റൂമുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂമിലേക്ക് വേണ്ടുന്ന ഒരു ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ഫാന്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമുക്ക് കിച്ചണിലായിരിക്കും, പ്രത്യേകിച്ച് ലേഡീസ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സംഭവങ്ങൾ നമ്മൾ ഇവിടെ ഇൻവേർട്ടറിലേക്ക് വേണ്ടുന്ന കണക്ഷൻ കൊടുക്കാം. 1-2 ലൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് പിന്നെ കിച്ചണിൽ ഫാൻ വെക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഫാനിലേക്ക് വേണ്ടി നമുക്ക് ഇൻവേർട്ടർ ലൈനുകൾ കൊടുക്കാം. കൂടുതൽ നമുക്ക് പവർ ലോഡുകൾക്ക് ഇൻവേർട്ടർ ലൈന് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞ ബാറ്ററിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ഖരാബായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നൊരു ഏരിയ നമുക്ക് ഈ വർക്ക് ഏരിയ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള 2 ബാത്റൂമുകൾ, അവിടെ നമുക്ക് ഇൻവേർട്ടർ ലൈറ്റുകൾ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ, ലൈനുകൾ. നമ്മൾ ഇൻവേർട്ടറുകൾ വാങ്ങുമ്പോൾ കൃത്യമായ രീതിയിൽ ലോഡുകൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇൻവേർട്ടറുകൾ വാങ്ങാൻ. അല്ലാതെ നമ്മളൊരു പെട്ടെന്ന് നമുക്കൊരു ഇൻവേർട്ടർ വാങ്ങിയേക്കാമെന്ന് കരുതി പോയിട്ട് വാങ്ങാൻ വേണ്ടി പാടില്ല. വരുന്ന ഇലക്ട്രീഷ്യനോട് ചോദിക്കുക എത്രത്തോളം ലോഡുകൾ നമുക്ക് ഇതിനകത്ത് താങ്ങാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം ഒരു ഇൻവേർട്ടർ വാങ്ങുക. അതുപോലെ തന്നെ ഇൻവേർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ പരമാവധി ഓപ്പൺ ടെറസുകളിലാണ് ഇൻവേർട്ടറുകൾ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ